إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ ശ്രദ്ധിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ വിധി വിലക്കുകളും കഴിവിന്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. നമുക്ക് അറിയുന്നത് പോലെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പെൺകുട്ടികളുടെ പഠന ക്യാമ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ലക്ഷ്യത്തിനാണോ നമ്മുടെ മക്കൾ ഈ മസ്ജിദിലേക്ക് വന്നത് ആ ദൗത്യം പൂർത്തീകരിച്ച് തിരിച്ചു പോകുവാനുള്ള ഭാഗ്യം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു ക്യാമ്പ് കൊണ്ട് നമ്മൾ ഏറെ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം താൽക്കാലികമായി ഈ മതപഠന ക്യാമ്പിന് വിരാമം കുറിക്കുകയാണ്. ആദ്യമായി വസിയത്തായി മക്കളോട് പറയുവാനുള്ളത്, ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ എന്തെന്നാണോ ഇവിടെ വെച്ച് മതപരമായി നേടിയ അറിവുകൾ, അതൊന്ന് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് ഈ പഠന ക്യാമ്പിന്റെ തുടർച്ചകൾ ഉണ്ടാകും. അതിൽ പങ്കെടുക്കാൻ വേണ്ടി മക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പണി കൂടുകയാണ്. പല കോലത്തിൽ പിശാച് നിങ്ങളെ സമീപിക്കും. അത് മനുഷ്യരൂപത്തിലാകാം, ചില തോന്നലുകളാകാം, പല രൂപത്തിൽ പിശാചിന്റെ കുതന്ത്രങ്ങൾ നിങ്ങളെ തേടിയെത്തും. കാരണം നബി ഇസ്ലാമിന്റെ അടുത്തേക്ക് പിശാച് വന്നത് ഒരു ഗുണകാംക്ഷയുടെ രൂപത്തിലാണ്. ഇന്നി ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്ക് വിശ്വസ്തനായ ഒരാളാണ്. അതുകൊണ്ട് പല രീതിയിലായിരിക്കും പിശാച് നിങ്ങളെ സമീപിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് പിശാചിനോട് നമ്മൾ സമീപനം സ്വീകരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ.
പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. അതുകൊണ്ട് ആ പിശാചിനെ നിങ്ങൾ ശത്രുവായി കാണണം. അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ ക്ഷണിക്കുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ, ഗുണകാംക്ഷയുടെ രൂപത്തിൽ, അതല്ല പല അലങ്കാരത്തിന്റെ രൂപത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെ നരകത്തിന്റെ അഹിലുകാരാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പറയുന്ന രൂപത്തിൽ നിങ്ങളെ മക്കളെ പല രീതിയിൽ ഇനി നിങ്ങളെ കൂടുതലായി പിശാചിന്റെ കെണികൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതിലൊന്ന് പലപ്പോഴും നിങ്ങളുടെ കൂട്ടുകാരികളായിരിക്കും. അവർ കാര്യമായി നിങ്ങളോട് പറയുക ജീവിതം അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്, അല്ലേ? പ്രത്യേകിച്ച് യുവത്വം എന്ന് പറയുന്നത് അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്. അത് പർദ്ദക്കുള്ളിൽ ഒതുങ്ങിക്കൂടി നിസ്കാരവും ദിക്റും നോമ്പും സ്വലാത്തുമായി കഴിഞ്ഞുകൂടാനുള്ളതല്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നില്ലേ, ലോകത്ത് നിങ്ങൾ കാണുന്നില്ലേ, കല്യാണ പന്തലുകൾ നിങ്ങൾ കാണുന്നില്ലേ, ക്യാമ്പസുകൾ നിങ്ങൾ കാണുന്നില്ലേ, അവരുടെ സന്തോഷം, അവരുടെ സല്ലാപം, ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്നുള്ള അർത്ഥത്തിൽ പലരും നിങ്ങളെ സമീപിച്ചെന്ന് വരും. ഓർക്കുക, മരണം നിങ്ങൾ ധരിച്ച ചെരുപ്പിന്റെ വാളിനേക്കാൾ അടുത്ത് നിങ്ങളെ കൂടെയുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ നേരെ തർക്കമില്ലാത്തൊരു വിഷയം എന്ന് പറയുന്നത് മരണമാണ്. മക്കളെ, എന്നെയും നിങ്ങളെയും ഒക്കെ ആ മരണം പിടികൂടും. ആ മരണം അത് നമ്മളിലേക്ക് വന്നെത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരു മടക്കമില്ല. കാരണം മടക്കമില്ല എന്ന് ഖുർആൻ പറയാൻ കാരണം ആളുകൾ മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല റുജൂഇനെ സംബന്ധിച്ചു, മനുഷ്യന്മാർ മരണസമയത്ത് ഒന്നുകൂടി ദുനിയാവിലേക്ക് മടക്കപ്പെടാൻ ആഗ്രഹിക്കും. മലക്കുൽ മൗത്തിനോട് ആവശ്യപ്പെടും, റബ്ബേ ഒന്ന് മടക്കിട്ട്. എന്തിനാ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്. റബ്ബേ, ഞാൻ ഉപേക്ഷിച്ചു പോയ, വീഴ്ച വരുത്തിയ അമല സാലിഹാത്തുകൾ അത് പ്രവർത്തിക്കാൻ ഒരു സമയം ഒന്ന് ദുനിയാവിലേക്ക് റബ്ബേ മടക്കിക്കൊണ്ടുവാ, മടക്കി തരണേ എന്ന് മരണസമയത്ത് പലരും അള്ളാഹുവിനോട് ഖേദിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിനോട് അപേക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാം അറിയണം, മലക്കുൽ മൗത്ത് നമ്മളിലേക്ക് കടന്നു വന്നാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അത് സമയമായി കഴിഞ്ഞാൽ അതിന്റെ ദൗത്യം നിർവഹിച്ച് അത് തിരിച്ചു പോകും. അതിന് പ്രായപരിധിയില്ല. പഠിക്കുന്ന മക്കൾ വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് ചെറുപ്പമല്ലേ? ഇല്ല, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പഠനം പൂർത്തിയാക്കലല്ല. മരണം അതൊരു തടസ്സമല്ല. ജോലി, വിവാഹം ഒന്നും മക്കളെ മരണത്തിന് അതൊരു തടസ്സമേ അല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ പിശാചുക്കൾ പല രൂപത്തിൽ വരുമ്പോ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ചിന്ത നരകവും സ്വർഗവുമാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആരാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, അവനാണ്, അവളാണ് യഥാർത്ഥ വിജയം വരിച്ചത്. ദുനിയാവ് അത് വഞ്ചിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നരകം അത് സത്യമാണ്, നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറത്താണ്. അതുപോലെ തന്നെ നരകവും സ്വർഗവും അത് സത്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഒരു ചിന്തകൾക്ക് പോലും അത് ചിന്തനീയമല്ലാത്ത അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗവും അത് സത്യമാണ്. അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ, പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. കാരണം ഇന്നിന്റെ ലോകത്ത് സ്ത്രീകൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഒരു പ്രദർശന വസ്തുവാണ്, അല്ലെ?
ഇന്ന് 10 രൂപക്ക് വിൽക്കപ്പെടുന്ന പേനയുടെ പിന്നിൽ പോലും ഒരു പെണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വസ്തുക്കൾ വിൽപ്പന നടത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ സ്ത്രീ ശരീരം അത്യാവശ്യമാണ്. എന്തിന്റെ പിന്നിലും ഇന്ന് സ്ത്രീ ശരീരമാണ് ആളുകൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് പ്രകടിപ്പിക്കാനുള്ളതാണ്, അത് മറച്ചു വെക്കാനുള്ളതല്ല. നിങ്ങളുടെ സൗന്ദര്യം അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. എവിടെ എന്നുള്ളതാണ് തർക്കം. മാലോകർക്ക് മുമ്പിലല്ല. നിങ്ങൾ കെട്ടിക്കൊണ്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ഒരു ഭർത്താവുണ്ട്, ഒരു പുരുഷനുണ്ട്. ആ ഭർത്താവിന്റെ മുമ്പിൽ മാത്രമേ നിങ്ങളുടെ സൗന്ദര്യം അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ അനുവാദമുള്ളൂ. അതല്ലാത്തടുത്ത് നിങ്ങളുടെ സൗന്ദര്യം അത് ഒരിക്കലും ഒരു കാരണവശാലും ഒരു കഴുക കണ്ണുകൾക്കും അത് ആനന്ദിക്കാൻ ഒരു ചരക്കാക്കി നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ സൗന്ദര്യത്തെ മാറ്റരുത് എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. അതുപോലെ തന്നെ സഹോദരിമാരെ, നിങ്ങൾ അറിയണം, ഇന്ന് എല്ലാ അർത്ഥത്തിലും സ്ത്രീകളുടെ സൗന്ദര്യം അത് പ്രദർശന വസ്തുവാണ്, അല്ലെ? ചില സ്ത്രീകൾ നടന്നു പോകുന്ന സന്ദർഭത്തിൽ വളരെ സുഗന്ധത്തിന്റെ പരിമളം അനുഭവിക്കാൻ ആണുങ്ങൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. അതിന്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമംറഅത്തിൻ, ഏതൊരു സ്ത്രീയാകട്ടെ, ഇസ്തഅതറത്, അവൾ സുഗന്ധം പൂശുകയും എന്നിട്ടൊരു ജനതയുടെ അടുത്തുകൂടി നടന്നു പോവുകയും ചെയ്യുകയാണ്. ഏത് രൂപത്തിൽ? അവൾ ഉപയോഗിച്ച അത് സോപ്പാകട്ടെ, സുഗന്ധദ്രവ്യങ്ങളാകട്ടെ, ഏതുമാകട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ ഉപയോഗിച്ച വസ്തുക്കൾ നിങ്ങൾ പുറത്തുകൂടി നടന്നു പോകുന്ന സന്ദർഭത്തിൽ പരപുരുഷൻ ആസ്വദിക്കാൻ, അത് മണക്കാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ? ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ആ രൂപത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയ്യുമംറഅത്തിൻ, ഏതൊരു സ്ത്രീയാകട്ടെ, തതയ്യബത്, അവൾ നന്നായി സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചു, ثم خرجت الى المسجد, എന്നിട്ട് അവൾ പോകുന്നത് അങ്ങാടിയിലേക്കല്ല, ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവിന്റെ മസ്ജിദിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് എങ്കിൽ ലയൂജദു റീഹുഹാ, ആ പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ, പള്ളിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വഴികളിലുള്ള ആളുകൾക്ക് അതിന്റെ സുഗന്ധം അവർക്ക് അടിച്ചു വീശുന്നുണ്ട് എങ്കിൽ ലം യുഖ്ബൽ മിൻഹാ സ്വലാത്തു, അവളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവളുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല. ഹത്താ തഗ്തസില ഇഗ്തിസാലൻ മിനൽ ജനാബ, ഒരാൾ ജനാബത്തുണ്ടായ എപ്രകാരമാണോ കുളിക്കേണ്ടത് ആ രൂപത്തിൽ അവൾ തിരിച്ചു വീട്ടിലേക്ക് പോയി, ആ സുഗന്ധം മാറുന്നതുവരെ ജനാബത്ത് കുളിക്കുന്ന രൂപത്തിൽ കുളിച്ച് വൃത്തിയായി അവൾ തിരിച്ചു വന്ന് നമസ്കരിക്കുന്നത് വരെ അവളുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ, മക്കളെ, നിങ്ങളെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ മസ്ജിദിൽ ദീനു പഠിച്ച് പുറത്തിറങ്ങുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സ്കൂളുകളിൽ പഠിക്കുന്ന ഏതൊരാൾക്കും ഒരു വാചകം സുപരിചിതമാണ്. എന്താണെന്നറിയോ? പ്രച്ഛന്ന വേഷം. എന്താ പ്രച്ഛന്ന വേഷം? പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേഷമല്ലാത്ത മറ്റൊരു രൂപം സ്വീകരിക്കുക. അത് പല രൂപത്തിലാകാം, അല്ലെ? ആ പ്രച്ഛന്ന വേഷം കെട്ടുന്നവരെ പോലെ നിങ്ങളാകരുത്. കാരണം നമ്മുടെ നാടുകളിൽ അറിയാം, രാവിലെ പുലർച്ചെ അതല്ലെങ്കിൽ വൈകുന്നേരം ഒരുപാട് മക്കൾ മദ്രസയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാ മദ്രസയിലേക്ക് പോകുക? പർദ്ദ ധരിച്ച്, തട്ടം ധരിച്ച്, മുടി കാണിക്കാതെ, നിഖാബ് ധരിച്ച്, നല്ല അദബിൽ പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോകുന്ന കാഴ്ചകൾ പകലിലും അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രച്ഛന്ന വേഷമാണ്. കാരണം എന്നറിയോ? രാവിലെ മദ്രസയിലേക്ക് പോകുന്ന ഈ കുട്ടി പർദ്ദ ധരിച്ച്, നിഖാബ് ധരിച്ച്, തട്ടം ധരിച്ച്, അതോടുകൂടി വഴിയിൽ ഒതുങ്ങി നടന്ന് മദ്രസയിലേക്ക് പോയി തിരിച്ചു വരുന്ന ആ കുട്ടി പിന്നീട് സ്കൂളിലേക്ക് പോകുന്നത് തീർത്തും പ്രച്ഛന്ന വേഷമാണ്. ഇത് ആര് പഠിപ്പിച്ചതാണ്? നിങ്ങൾ വീട്ടിൽ നിറങ്ങുമ്പോൾ മദ്രസയിലേക്ക് ഏതൊരു വേഷമാണോ അതേ വേഷമാണ് നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ധരിക്കേണ്ട വസ്ത്രം. ഈ പള്ളിയിലേക്ക് നിങ്ങൾ വന്നത് എങ്ങനെയാണ്? നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥയിലാണോ? അല്ല, നിങ്ങൾ പർദ്ദ ധരിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ പല മക്കളും നിഖാബ് ധരിച്ചിട്ടുണ്ട്, വളരെ നന്നായി മുടിയുടെ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ട്, കയ്യും കാലും ശ്രദ്ധിച്ചിട്ടുണ്ട്. മക്കളെ, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാണ് ഇസ്ലാമിന്റെ വേഷം, ഇതാണ് സഹാബ വനിതകൾ അവർക്കുണ്ടായിരുന്ന വേഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മുഅ്മിനാത്തുകൾക്ക് പറഞ്ഞ സിഫാത്താണ്. ആ വേഷം നിങ്ങൾ കേവലം പ്രച്ഛന്ന വേഷമാക്കി മാറ്റരുത്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, അവരുടെ വേഷവിധാനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷ വിഭാഗത്തിൽ ഒരു ദയ്യൂസിനെ എണ്ണിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ പക്കലിൽ നിന്ന് അതികഠിനമായ ശിക്ഷ അനുഭവിക്കാനുള്ള ഒരു വിഭാഗമാണ് ദയ്യൂസ്. സഹാബികൾ ചോദിച്ചു, ആരാണ് നബി ദയ്യൂസ് എന്ന് പറയുന്ന ആളുകൾ? അല്ലദീന യുഖറൂന ഫി അഹ്ലിൽ ഖബർ, സ്വന്തം കുടുംബത്തിലെ എല്ലാ നെറികേടുകൾക്കും എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന കുടുംബനാഥൻ അവൻ ദയ്യൂസാണ്, കൂട്ടിക്കൊടുക്കുകാരൻ. അതുപോലെ രക്ഷിതാക്കൾ നിങ്ങളാകരുത്. മക്കളുടെ വസ്ത്രവിധാനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മക്കളെ, നിങ്ങൾക്കും ആ ഒരു ശ്രദ്ധ ഉണ്ടാകണം. ഒരു കാരണവശാലും നിങ്ങളുടെ ഔറത്ത് പരപുരുഷന്മാർ കണ്ടാസ്വദിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അക്കാരണത്താൽ നിങ്ങൾക്കൊരിക്കലും നരകം സഹിക്കുക സാധ്യമല്ല. അതുപോലെ മക്കളെ, ഈ പള്ളിയിൽ നിന്ന് മസ്ജിദിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങിയാൽ ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്, ചില തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അതിലൊന്നാണ് നിങ്ങളെ കൂട്ടുകെട്ടുകൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അർറജുലു അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ അഥവാ തന്റെ സുഹൃത്തിന്റെ ആദർശത്തിലാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. അതുകൊണ്ട് ആരുമായി കൂട്ടുകൂടുന്നു എന്ന് നോക്കട്ടെ. പഴമക്കാർ പറയുന്ന ഒരു വാചകമില്ലേ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. നമ്മുടെ കൂട്ടുകാരുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും മാറ്റം ഉണ്ടാകും. നിങ്ങൾ നല്ലൊരു തീരുമാനത്തിലാണ് അല്ലാഹുവിന്റെ മസ്ജിദിലേക്ക് ദീൻ പഠിക്കാൻ കടന്നു വന്നത്. ആ ദീനും ആവേശവും നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരികൾ അവർ നന്നാകണം. സഹോദരിമാരെ, മക്കളെ, നല്ലതൊന്നു മതി, കൂടുതലാവേണ്ടതില്ല. നല്ലതൊന്നു മതി, കൂട്ടുകാരികൾ കുറയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. മറിച്ച് നല്ല കൂട്ടുകാരികൾ ഒന്നു മതി നിങ്ങൾക്ക്. ആ കൂട്ടുകാരികൾ നിരന്തരമായി നിങ്ങൾ പരലോകത്തെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം, മരണാനന്തര ജീവിതം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നവളാകണം. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നവരാകണം. നിങ്ങൾ ആരെ കണ്ടുവോ ആ കാണുന്ന ആൾക്ക് നിങ്ങൾക്ക് ദീനിനെ കുറിച്ച് ഓർമ്മയുണ്ടാകണം. ആരാണ് നിങ്ങളെ കാണുന്നത്, ആ കാണുന്ന ആളുകൾക്ക് അവർക്ക് പരലോകത്തെ കുറിച്ച് മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകണം. അതുകൊണ്ട് നിങ്ങളെ കൂട്ടുകെട്ടുകൾ നന്നാക്കണമെന്ന് വളരെ ഗൗരവത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മക്കളെ, സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ ഉണർത്താനുള്ള മറ്റു ചില കാര്യങ്ങൾ. ഇസ്ലാം എന്ന് പറയുന്നത് വളരെ കൃത്യമായ സാമൂഹിക സങ്കല്പമുള്ള ഒരു ദർശനമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സാമൂഹിക സങ്കല്പം എന്ന് പറയുന്നത് വ്യക്തി, കുടുംബം, സമൂഹം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നല്ല സംസ്കാരമുള്ള നല്ല ദീനുള്ള ഒരു വ്യക്തി ഉണ്ടായാൽ ആ വ്യക്തി ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം ഉണ്ടാകും. ആ സംസ്കാരമുള്ള വ്യക്തിയും കുടുംബവും ഉണ്ടായാൽ അത് മുഖേന ഒരു സംസ്കാരമുള്ള സമൂഹത്തിന് സാധ്യതയേറെയാണ്, അല്ലെ? ഇന്ന് ചില പ്രസ്ഥാനങ്ങൾ വ്യവസ്ഥിതി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് വ്യവസ്ഥിതി മാറിയിട്ടല്ല മനസ്ഥിതി മാറേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നിട്ട് അവിടുത്തെ വ്യവസ്ഥിതി, സാമൂഹിക വ്യവസ്ഥിതി മാറ്റാനല്ല ശ്രമിച്ചത്. മറിച്ച് ഓരോ മനുഷ്യന്റെയും മാനസികമായ അവസ്ഥകൾക്കാണ് മാറ്റമുണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ മനസ്ഥിതി മാറ്റത്തിൽ കൂടി മാത്രമേ വ്യവസ്ഥിതി മാറ്റാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഇന്നൊരുപാട് കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നിയമവ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ കുറ്റകൃത്യങ്ങളുണ്ടോ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ, നിർമ്മാർജ്ജനം ചെയ്യാനുള്ള
നിയമവ്യവസ്ഥയുണ്ട്. പക്ഷെ നിയമവ്യവസ്ഥ അനുസരിക്കാനുള്ള മനസ്ഥിതി ഇല്ലാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്നത് മനുഷ്യന്മാരുടെ മനസ്ഥിതി മാറ്റത്തിനാണ്. മാനസികമായ പരിവർത്തനമാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് മക്കളെ, നല്ലൊരു കുടുംബിനിയായി നിങ്ങളുണ്ടായാൽ, നല്ല സംസ്കാരമുള്ള നല്ല ദീനുള്ള ഒരു കുടുംബിനിയായി നിങ്ങൾ മാറിയാൽ, അത് മുഖേന നല്ലൊരു കുടുംബം, അത് മുഖേന നല്ലൊരു സമൂഹം നിങ്ങൾക്ക് സാധ്യമാകും. അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സംസ്കാരം, അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരം എല്ലാം ഇസ്ലാമികമാക്കണം. അതുപോലെ തന്നെ ഇന്ന് പ്രത്യേകിച്ച് മക്കൾക്ക്, യുവാക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യമാണ് അനുസരണം എന്നുള്ളത്. ആരെയും ആരും അനുസരിക്കുന്നില്ല, ആർക്കും ആരെയും അനുസരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അനുസരിക്കേണ്ട മേഖലകളിലൊക്കെ നിങ്ങൾക്ക് അനുസരണം ഉണ്ടാകണം. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അവാമിറുകൾ, അവന്റെ കൽപ്പനകൾ അതനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല എന്തൊക്കെ കാര്യങ്ങളാണോ വിരോധിച്ചിട്ടുള്ളത്, ആ വിരോധങ്ങളിൽ വിട്ടുനിൽക്കാനുള്ള അനുസരണം നിങ്ങൾക്കുണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങളെ പെറ്റുപോറ്റി വളർത്തിയ മാതാപിതാക്കളെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതുപോലെ തന്നെ നല്ല കാര്യങ്ങളിൽ മുതിർന്നവരെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, നിങ്ങളെന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഒരു പകുതിയാണ്. ഒരു സാമൂഹിക സൃഷ്ടിപ്പിന് ഏറെ അഭിവാജ്യ ഘടകമാണ് സ്ത്രീ സമൂഹം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരാകുന്ന ഞങ്ങളുടെ സൗഭാഗ്യവും ദൗർഭാഗ്യവും നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങളുടെ സ്വഭാവത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ മിനസ് സആദ, 4 കാര്യങ്ങൾ മനുഷ്യന്മാരുടെ, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. അതിലൊന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് അൽ മർഅതു സ്വാലിഹ. ഒരു പുരുഷന്റെ ദുനിയാവിലെ സൗഭാഗ്യം എന്ന് പറയുന്നത് അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു സ്ത്രീയാണ്. അത് സ്വാലിഹത്തായ ഒരു സ്ത്രീയെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് അത് ഏറ്റവും നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ വൽ മസ്കനുൽ വാസിഅ, വിശാലമായ സൗകര്യമുള്ള ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. വൽ ജാറുസ് സാലിഹ്, നല്ല അയൽവാസി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. വൽ മർകബുൽ ഹനി, നല്ലൊരു വാഹനം അതുണ്ടാക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ ദൗർഭാഗ്യം വേണ്ടിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ് അൽ മർഅതു സൂ, മോശമായ ഭാര്യ, വൽ ജാറു സൂ, മോശമായ അയൽവാസി, വൽ മസ്കനു ضيق, അല്ലെങ്കിൽ വൽ മസ്കനു ضيق, കുടുസായ സൗകര്യമില്ലാത്തൊരു വീട്, വൽ മർകബു സൂ, മോശമായ ഒരു വാഹനം, അത് ദൗർഭാഗ്യത്തിന്റെ ലക്ഷണമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരിമാരെ എണ്ണിപ്പടിപ്പിച്ചിട്ടുണ്ട്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ സൗഭാഗ്യത്തിൽ എണ്ണിയിട്ടുള്ളത് അൽ മർഅതു സ്വാലിഹ, നല്ലൊരു പെണ്ണ്, സ്വാലിഹത്തായ ഒരു പെണ്ണ്. ഇവിടെ സഹോദരിമാരെ, നല്ല പെണ്ണ് എന്ന് പറയുന്നത് സൗന്ദര്യത്തിലാണോ അതല്ല സ്വഭാവത്തിലാണോ? ഒരു പെണ്ണിന് നല്ല സൗന്ദര്യമുണ്ട്, പറയപ്പെട്ട എല്ലാ സൗന്ദര്യവും ആ പെണ്ണിനുണ്ട്. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന്റെ സ്വഭാവം നല്ലതല്ല എങ്കിൽ അവൾക്ക് എവിടെയാണ് സൗന്ദര്യമുള്ളത്? നേരെ മറിച്ച് മനുഷ്യന്മാരുടെ കണ്ണിൽ അല്പം സൗന്ദര്യം കുറവുണ്ടെങ്കിൽ, ആ പെണ്ണിന് നല്ല സ്വഭാവമുണ്ടെങ്കിൽ ആളുകൾ പറയും, എന്താണ്? സ്വഭാവമാണ് പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. എത്ര സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല, മറിച്ച് പെണ്ണിന്റെ സ്വഭാവം നല്ലതല്ല എങ്കിൽ അവളുടെ സൗന്ദര്യത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി നിങ്ങൾ പഠിക്കേണ്ട മര്യാദകൾ, സ്വഭാവ മര്യാദകൾ, സംസ്കാര മര്യാദകൾ, സംസാര മര്യാദകൾ എല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടാകും. അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന, നിങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടുകളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പകർത്താനുണ്ടാകാം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കാനുണ്ടാകാം. അതിൽപ്പെട്ടതാണ് നിങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിൽ
നിങ്ങളുടെ ഉമ്മമാരിൽ ചില ആളുകളുടെ മോശ സ്വഭാവം നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാകാം. സഹോദരിമാരെ, നിങ്ങളുടെ ഉമ്മമാരുടെ സ്വഭാവം അത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങളുടെ ഉപ്പമാരോട് അഥവാ നിങ്ങളുടെ ഉമ്മമാരുടെ ഭർത്താക്കന്മാരോട് നിങ്ങളുടെ ഉമ്മമാർ എങ്ങനെയാണോ പെരുമാറുന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്റെ ഉമ്മയാണ് യഥാർത്ഥ ഒരു സ്ത്രീ എന്നുള്ളത്. സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇന്ന് നോക്കണം, നമ്മുടെ നാടുകളിൽ ഇന്ന് ഡിവോഴ്സുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് ബന്ധങ്ങൾ ഇന്ന് കോടതി വരാന്തയിലാണ്, പോലീസ് സ്റ്റേഷനുകളിലാണ്. വിവാഹം കഴിഞ്ഞ് ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ തികയുന്നതിന് മുമ്പ് കുടുംബകലഹം തുടങ്ങുകയായി അവസാനം കേസായി കോടതി വരാന്തയിൽ വർഷങ്ങളോളം ഇതിനു വേണ്ടി നടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തുന്ന, ഭർത്താക്കന്മാരെ ഒറ്റപ്പെടുത്തുന്ന, ഭർത്താക്കന്മാരുടെ കുറവുകൾ കണ്ടെത്തുന്ന സ്ത്രീകളായി നിങ്ങൾ മാറാൻ പാടില്ല. പലപ്പോഴും ഇന്നൊരുപാട് ഉപ്പമാർ മക്കളിൽ നകന്ന്, ഭാര്യമാരിൽ നകന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഉണ്ടാകുന്നത് മോശപ്പെട്ട സ്വഭാവമുള്ള സ്ത്രീകളുടെ കാരണത്തിലാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് നിങ്ങൾ പഠിച്ച ഇസ്ലാമികമായ സംസ്കാരം അത് ആദ്യമായി കേട്ട ആളുകൾ ഉണ്ടാകാം, ഓർമ്മകൾ പുതുക്കിയ ആളുകൾ ഉണ്ടാകാം. അത് നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി കൊണ്ടു നടക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരിമാരെ, പറഞ്ഞു വരുന്നത് ശരിയായ ഒരു ഇസ്ലാമികമായ സാമൂഹിക സങ്കല്പത്തിന് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ദീനനിഷ്ഠ അത് വളരെ അവിഭാജ്യ ഘടകമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യ എന്നുള്ള നിലക്ക് ഭർത്താവിനോട് പുലർത്തിപ്പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, ആർക്കെങ്കിലും ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഒരു സൃഷ്ടിയും മറ്റൊരു സൃഷ്ടിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. സൃഷ്ടികൾ സുജൂദ് ചെയ്യേണ്ടത് സൃഷ്ടാവിന് മുമ്പിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാടുകളിലും അയൽനാടുകളിലും ഖബറിൽ സുജൂദ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് ശിർക്കാണ്. കാരണം സൃഷ്ടികൾ സുജൂദ് ചെയ്യേണ്ടത് സൃഷ്ടാവിന് മുമ്പിൽ മാത്രമാണ്. സൃഷ്ടികൾ ഒരിക്കലും സുജൂദിന് അർഹരല്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏതെങ്കിലും ഒരാൾ മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അത് സ്ത്രീകൾ തന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മുടെ ലോകത്ത് അവകാശ സമരങ്ങളുടെ കാലഘട്ടമാണ്. എല്ലാവർക്കും സംസാരിക്കാനുള്ളത് അവകാശങ്ങളെ കുറിച്ച് മാത്രമാണ്. ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, അത് ബാധ്യതകളാണ്. പലപ്പോഴും ബാധ്യതകൾ മറന്നുകൊണ്ടാണ് ഇന്ന് അവകാശങ്ങളെ കുറിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭർത്താവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും നിങ്ങളുടെ ജോലി തടസ്സമാകരുത്.
ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, ഇന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് പെൺകുട്ടികളെ ഏറ്റവും നന്നായി പഠിപ്പിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു, പഠനത്തിന് ഇസ്ലാം എതിരല്ല, മറിച്ച് ആ പഠനം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ധിക്കരിക്കാനാകരുത്. നിങ്ങളുടെ പഠനങ്ങൾ, നിങ്ങളുടെ ജോലികൾ അതൊരിക്കലും നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നത് തടസ്സമാകരുത്. എന്ന് മാത്രമല്ല, ഇന്നിന്റെ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഒരു പരീക്ഷണമായി വന്നുകൊണ്ടിരിക്കുന്നത് ഫെമിനിസ്റ്റുകളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് മാത്രം നിങ്ങളോട് പറയുകയും അതുപോലെ നിങ്ങളുടെ ബാധ്യതകളെ നിങ്ങളെ മറപ്പിക്കുകയും ചെയ്യുന്ന ഫെമിനിസ്റ്റുകൾ. സഹോദരിമാരെ, അത് നിങ്ങൾക്ക് വലിയൊരു പരീക്ഷണമാണ്. എന്ന് മാത്രവുമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ കുറിച്ച് ചില താക്കീതുകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അദ്ഹാ ഔ ഫിൽ ഫിത്ർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകിൽ ബലിപെരുന്നാളിൽ അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അബൂ സഈദ് പറയാണ്, എന്നിട്ട് ഫമറ അലൻ നിസാ, ഖുതുബ കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോയി. ഫഖാല, എന്നിട്ട് അവരോടായി പറഞ്ഞു, യാ മഅശറൻ നിസാ, അല്ലയോ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്യണം. ഫഇന്നി ഉരീതുകുന്ന, നിശ്ചയം ഞാൻ കണ്ടിട്ടുണ്ട്, അക്തറ അഹ്ലിൻ നാരി, സ്ത്രീകളായ നിങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത്. സഹാബ വനിത പറയാണ്, ഖുൽന, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, വബിമ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തുകൊണ്ടാണ്? സഹോദരിമാരെ, നിങ്ങൾ ഓർക്കണം, സഹാബ വനിതകൾ അഥവാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അടക്കമുള്ള സഹാബ വനിതകൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച ഈ ചോദ്യം അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള രക്ഷയാണ്. സഹാബ വനിതകൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഖുൽന വബിമ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തുകൊണ്ടാണ് സ്ത്രീകളാകുന്ന ഞങ്ങൾ ഏറ്റവും കൂടുതൽ നരകത്തിലെത്താനുള്ള കാരണം? ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തുക്ഫിർനൽ ലഅന, നിങ്ങളാണ് ശാപം വർദ്ധിപ്പിക്കുന്നവർ, വതക്ഫുർനൽ അശീർ, നിങ്ങൾ കുടുംബബന്ധം നിഷേധിക്കുന്നവരാണ്. മക്കളെ, സഹോദരിമാരെ, നിങ്ങൾ ഈ വാക്ക് വളരെയേറെ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ നരകത്തിൽ ആപതിക്കാനുള്ള ഒരു കാരണമായി പറഞ്ഞത് സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തുക്ഫിർനൽ ലഅന, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത്, മറിച്ച് നിങ്ങൾക്ക് ഈ സ്വഭാവം വരാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് പറയുകയാണ്. നിങ്ങൾ നരകത്തിൽ എത്തപ്പെടാനുള്ള കാരണങ്ങളിലൊന്ന് നിങ്ങൾ വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ പലപ്പോഴും ഉമ്മമാരുടെ വായിൽ നിന്ന് വരുന്ന ശാപവാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. എന്റെ ഖുതുബ ശ്രദ്ധിക്കുന്ന ഉമ്മമാരും നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, നിങ്ങളെ നാവിനെ അടക്കി വെച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ ആപതിക്കാനുള്ള കാരണമായി പറയുന്നത് നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ നാവിനെ പിടിച്ചു വെക്കുക. ദേഷ്യത്തിന്റെ സന്ദർഭങ്ങളിൽ നിങ്ങൾ മക്കളെയാകട്ടെ ഭർത്താക്കന്മാരെയാകട്ടെ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ നാവിൽ നിന്ന് ശാപവാക്കുകൾ പുറത്തു വരിക എന്നുള്ളത് അത് നിങ്ങളെ നരകത്തിൽ എത്തിക്കുമെന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ കുടുംബബന്ധം നിഷേധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ നരകത്തിൽ ആപതിക്കാനുള്ള കാര്യമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നിങ്ങൾ ഉണർത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി തന്റെ സഹീഹ് ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരീതുന്നാർ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ഫൈദാ അക്തറു അഹ്ലിഹാ, ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് അന്നിസാ, സ്ത്രീകളെയാണ്.
റസൂൽ പറയാണ്, എനിക്ക് നരകം കാണിക്കപ്പെട്ടു, അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യക്ഫുർന, നിങ്ങളുടെ കുഫ്ർ കാരണത്താലാണ്, നിങ്ങളുടെ കുഫ്ർ കാരണത്താലാണ് നിങ്ങൾ നരകത്തിൽ എത്തപ്പെട്ടത്. റസൂൽ ചോദിക്കപ്പെട്ടു, അയക്ഫുർന ബില്ലാഹ്, നബിയെ ഞങ്ങൾ കുഫ്ർ കാണിക്കുന്നു എന്ന് പറഞ്ഞത് അയക്ഫുർന ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ കുഫ്ർ ചെയ്യുന്നത് കൊണ്ടാണോ? അല്ല. അല്ലേ, ഈ കുഫ്ർ ചെയ്യുന്ന സ്ത്രീകളിൽ പലരും നമസ്കരിക്കുന്നവരാകാം, പലരും ഖുർആൻ ഓതുന്ന ആളുകളാകാം, പലരും ദിക്റുകൾ പറയുന്നവരാകാം, പലരും ദഅവാ പ്രവർത്തനത്തിൽ അവരാകാം. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വയക്ഫുർന, അവർ കുഫ്ർ ചെയ്യുന്നവരാണ്. സഹാബ അവരോട് ചോദിച്ചു, യക്ഫുർന ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ കുഫ്ർ വെക്കുന്നത് കൊണ്ടാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിൽ കുഫ്ർ വെക്കുന്നത് കൊണ്ടല്ല, മറിച്ച് യക്ഫുർനൽ അശീർ, നിങ്ങൾ കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ നിങ്ങൾ നിഷേധിക്കുന്നവരാണ്. അതുപോലെ തന്നെ വയക്ഫുർനൽ ഇഹ്സാൻ, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ചെയ്യുന്ന നന്മകളെ, ഇഹ്സാനുകളെ നിങ്ങൾ നിഷേധിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, ഒരു കാലം മുഴുവൻ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് നന്മ ചെയ്യുകയാണ്, എന്നിട്ട് നിങ്ങൾ കനിഷ്ഠകരമായി എന്തെങ്കിലും ഒരു കാര്യം, അല്ലെ, 25 വർഷമായിട്ടുണ്ടാകും ഗൾഫിൽ ജീവിച്ച് വളരെ സുഖസുന്ദരമായി നിങ്ങളെ പരിപാലിച്ചിട്ടുണ്ടാകാം, നിങ്ങൾക്ക് എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും നൽകിയിട്ടുണ്ടാകാം. 25 വർഷങ്ങൾക്ക് ശേഷം പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയതിനു ശേഷം നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിച്ചില്ല എങ്കിൽ, ഞാനെന്താ പറയുന്നത്, നിങ്ങളുടെ സ്വഭാവമായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, പിന്നീട് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക്, ثم رأت منك شيئا قالت ما رأيت منك خيرا قط, മനുഷ്യ, നിങ്ങളിൽ നിന്ന് ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ എനിക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളെല്ലാം നിഷേധിച്ചു കളയും എന്ന ആ ഒരു ദുസ്വഭാവം എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോടും എനിക്ക് ആവർത്തിച്ചു പറയാനുള്ളത്, ഈ ഒരു സ്വഭാവം നിങ്ങൾക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്ന് മാത്രമല്ല, ഭാര്യമാരെന്ന് പറയുന്നത് ഭർത്താക്കന്മാരുടെ അത്താണിയായി മാറണം. ഏതുപോലെ ഖദീജ ബീവി തന്റെ ഭർത്താവായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായതുപോലെ, അല്ലേ, തന്റെ ഭർത്താവായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറത്ത്, വീടിന് പുറത്ത് എന്ത് പ്രയാസമുണ്ടായാലും അതൊക്കെ ഇറക്കി വെക്കാൻ ഒരു അത്താണിയായിരുന്നു ഖദീജ ബീവി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയണം, ആ സമയത്ത് രാത്രികാലങ്ങളിൽ ബസ് സ്റ്റോപ്പുകളിലും വീടുകെട്ടങ്ങളിലും ഏതെങ്കിലും പുരുഷന്മാർ വീട്ടിൽ പോകാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ നാം അറിഞ്ഞുകൊള്ളുക, ആ വീട് അത് യഥാർത്ഥ വീടല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് വിശ്വകരന്മാർ പറഞ്ഞു, കുടുംബം എന്നുള്ള പേരിന് അർത്ഥമാക്കുന്നത് കൂടുമ്പോൾ ഇമ്പം എന്നുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ള സ്ഥലമാക്കി മാറ്റാൻ കാര്യമായി പണിയെടുക്കേണ്ടത് സ്ത്രീകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ എല്ലാ പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ ഒരു അത്താണിയായി നിങ്ങൾ മാറേണ്ടതുണ്ട്. വീട്ടിലേക്ക് കയറി വരുന്ന, വീട്ടിലേക്ക് എല്ലാ ജോലികളും കഴിഞ്ഞ് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് വീട്ടിലേക്ക് വരുന്ന സന്ദർഭങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അങ്ങോട്ടേക്ക് ഇറക്കി വെക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി ആയി മാറാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയ്യുമംറഅത്തിൻ, ഏതൊരു സ്ത്രീയാകട്ടെ, അവൾ മരിച്ചു പോവുകയാണ്, ആ മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അവളുടെ അവസ്ഥ എന്താണെന്നറിയോ? ആ മരിച്ചു പോകുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവ് അവളെ സംബന്ധിച്ച് തൃപ്തിയിലാണ് എങ്കിൽ ദഖലത്തിൽ ജന്ന, ആ സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവെങ്കിൽ, സഹോദരിമാരെ, മക്കളെ, നിങ്ങളുടെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ
വളരെയേറെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടുന്ന് പഠിപ്പിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകണമേ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലമത്രയും നിന്റെ ഇഷ്ടത്തിലും അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നീ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.